ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്ന ഡാളസിൽ നിന്നും ബാബുവാണ്. ദാസൻ കടന്നു വന്നിരുന്നു. അതുപോലെ തന്നെ താൻ ആലപിക്കുന്ന ഗാനങ്ങളും നമുക്കിപ്പോൾ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല ഗാനങ്ങൾ സെലക്ട് ചെയ്ത് നമ്മുടെ നടുവിൽ കടന്നു വന്ന് പാടുകയും നമുക്കെല്ലാവർക്കും വർണ്ണാനന്ദകരമെന്നും മാത്രമല്ല, അത് ഹൃദയത്തിനും ആശ്വാസവും സന്തോഷവും പ്രത്യാശയൊക്കെ വളർത്തുന്ന ഗാനമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഒരു നല്ല ഗാനശ്രവണത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാതുകളൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ്. കർത്താവദാസൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാനം അത് ഏതായിരുന്നാലും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരട്ടെ. ആത്മനിറയുന്നുള്ളത് പാടുവാൻ കർത്താവദാസനെ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദിവസങ്ങളിലായിരിക്കുമ്പോൾ, ആകാംക്ഷയോടുകൂടി ഒരു നല്ല ഗാനശ്രവണത്തിന് വേണ്ടി ഒരുക്കത്തോടുകൂടിയായിരിക്കുമ്പോൾ ദാസൻ കെ ബാബുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്കലോമ പ്രേലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചു. ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ഒരു നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഒരു നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. പെറ്റ തള്ളയും സ്നേഹിതർ വെറുത്തിടിലും, ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. പെറ്റ തള്ളയും സ്നേഹിതർ വെറുത്തിടിലും, ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്തോ മനപ്പേ. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്തോ മനപ്പേ. വളർത്തിയെന്നോളമാക്കി തിരുനാമമഹത്വത്തിനായി. വളർത്തിയെന്നോളമാക്കി തിരുനാമമഹത്വത്തിനായി. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനേക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ,
എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ ആഴമതിൽ വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ടു പകരം നൽകാൻ? ഇവൻ കൃപയെ ഓർത്തിടുമ്പോൾ എന്തുണ്ടു പകരം നൽകാൻ? രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാളെന്നും. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇന്ന് രാത്രി മാറട്ടെ. നമ്മുടെ ജീവനേക്കാൾ നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ആ കർത്താവിനെ നാം ആരാധിക്കുന്നുണ്ടോ? കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നാം നന്ദിയുള്ള ഹൃദയത്തോടുകൂടിയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. മറ്റൊരു ഉപകാരവും നമ്മൾ ഓർത്തില്ലെങ്കിലും നമ്മൾ ഓരോ നിമിഷവും പ്രീതി ചെയ്യുന്നതെന്ന് ഓർത്താൽ, നമ്മുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതെന്ന് ഓർത്താൽ, നാം അറിയാതെ നടക്കുന്ന ആ പ്രക്രിയ, ആ ഓരോ നിമിഷവും അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ കർത്താവ് അനുവദിക്കുന്നു എന്നുള്ളത് ഓർത്താൽ മാത്രം മതി നമുക്ക് ദൈവത്തെ നന്ദിയോടെ ഓർക്കുവാൻ ധാരാളമുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന് തുടർന്ന ആളുകളിൽ നമുക്ക് കർത്താവിനോട് പറയാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എൻ്റെ സർവ്വ അന്തരംഗവും അവനെ വാഴ്ത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സർവ്വ അന്തരംഗവും കൂടെ ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാണനേക്കാൾ ഉപരിയായിട്ട്, എൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട്, എനിക്കുള്ള സകലത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കും. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് അങ്ങയെ ആരാധിക്കുന്നതിന് ഞാൻ വില അർപ്പിക്കുന്നു, ഞാൻ അതിന് പ്രാധാന്യം അർപ്പിക്കുന്നു എന്ന് നമുക്ക് ചേർന്ന് പറയാം. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഇസ്രായേലിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇനിയും അനേക വേദികളിൽ, അവസരങ്ങളിൽ കർത്താവിനെ ഗാനത്തിലൂടെ നാമത്തെ ഉയർത്തുവാൻ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന്റെ കേൾവിയിലേക്ക് പോവുകയാണ്. നമ്മളോട് ദൈവവചനം അറിയിക്കുവാൻ കേരളത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതനായ ഒരു യുവ കർത്തൃദാസനാണ്. കുവൈറ്റിൽ ജനിച്ച് വളർന്ന് ഒരു പരിധി വരെ പഠിച്ചതിന് ശേഷം ബാക്കി വിദ്യാഭ്യാസം കേരളത്തിൽ ചെയ്ത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദൈവവിളി കേട്ടു. താൻ അവിടെ നിന്ന് ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി. അതിനുശേഷം അതെനിക്ക് കിട്ടിയ ജോലി, ഭൗതിക ജോലിയൊക്കെ വിട്ടിട്ട് പൂർണ്ണസമയം സുവിശേഷ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. ഇന്നിപ്പോൾ താനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഇപ്പോൾ തന്നെ തിയോളജിയിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടെയാണ്. ചെങ്ങന്നൂരിൽ
ഒരു ദൈവസഭയിൽ താൻ ശുശ്രൂഷകനായിട്ടിരിക്കുന്ന IPCയുടെ ഒരു ശുശ്രൂഷകൻ കൂടിയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ താൻ അമേരിക്കൻ മലയാളികളിൽ അത്ര സുപരിചിതനല്ലെങ്കിലും ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലൊക്കെ താൻ സുപരിചിതനായ ഒരാളാണ്. മെഗാ ബൈബിൾ ക്വിസ് പരമ്പരകൾ പലയിടങ്ങളിൽ താൻ നടത്തിയിട്ടുണ്ട്. വളരെ ടാലന്റ് ഉള്ള ഒരാളാണ്. മാത്രമല്ല കുമ്പനാട് കൺവെൻഷൻ കൊയറിൽ ചില വർഷങ്ങളായിട്ട് സ്ഥിരമായി പാടുന്ന ഒരാളൂടെയാണ് താൻ. കർത്താവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങൾ ഒരു മാതൃസഭയിലെ അംഗങ്ങളുമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ പിതാവ്, ഗ്രാൻഡ് പേരൻസും ഞങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ ഒരുമിച്ച് ആരാധിച്ച നല്ല കാലഘട്ടം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന് വേണ്ടി തലമുറകളായി നിൽക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരെ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. കർത്താവദാസന് സമയം കൊടുക്കണമല്ലോ, അതുകൊണ്ട് ആ സമയം കൂടെ ഞാൻ കർത്താവദാസന് കൊടുക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവദാസനോട് കേൾക്കുന്ന ആ വചന പോഷണം നമ്മുടെ ജീവിതത്തിന് ആശ്വാസവും അനുഗ്രഹവുമായി തീരാൻ, നമ്മുടെ ചോദ്യങ്ങളോടുള്ള മറുപടിയായി, നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയായി ദൈവവചനം മാറുവാൻ നാം എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പണത്തോടുകൂടി ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദാസൻ പാസ്റ്റർ മനോജ് ബാറ്റി ജാക്കബിനെ ദൈവവചന ഘോഷണത്തിനായി ഒക്ലഹോമ പ്രേയർ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചോളൂ. കേൾക്കാമല്ലോ? ഞാൻ പറഞ്ഞ കേൾക്കാമല്ലോ? അല്പം കൂടെ വോളിയം വെക്കാം. ഓക്കെ ഓക്കെ, ഇത് മാക്സിമം ആണ്. ഓക്കെ, ഐ വിൽ സ്പീക്ക് ലൗഡ്ലി. ഇറ്റ്സ് ഓക്കെ നൗ. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രി സമയം ഇവിടെ പകലാണ്. ഒക്ലഹോമ പ്രേയർ ലൈനിൽ വന്ന് നിങ്ങളോടൊക്കെ ഒത്ത് ചില നിമിഷങ്ങൾ ഇവിടെ ആയിരിക്കാൻ ദൈവം അനുവദിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ യോഗം ലീഡ് ചെയ്യുന്ന പ്രിയ റിജിച്ചാൻ, താനും ഞാനുമായിട്ടുള്ള ബന്ധമെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാനത് അത്രയും കൂടെ സമയം ഞാൻ എടുക്കുന്നില്ല. പ്രിയ റിജിച്ചാൻ, എൻ്റെ മൂത്ത സഹോദരൻ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അദ്ദേഹത്തോടും ഈ പ്രയർ ലൈനിൽ ഇന്നിപ്പോൾ ആയിരിക്കുന്ന എത്ര പേരാണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ ഫൗണ്ടറായി പ്രവർത്തിച്ച പ്രിയ സാജൻ, സിസ്റ്റേഴ്സ് ബിജി, അവരുടെ 3 പെൺമക്കളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാട്ടില് ഈ ദിവസം വലിയ പ്രത്യേകതയുള്ള ദിവസം അല്ല പലർക്കും. പക്ഷെങ്കിൽ റീച്ചാൻ ഈ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം ചിലപ്പോൾ അല്പം വർക്ക് എക്സ്ട്രാ ചെയ്ത് കാണും, എന്നാലും ഇറ്റ്സ് ഫ്രഷ് ഇൻ യുവർ മെമ്മറി. ആ രാജ്യത്തിന്റെ കോൺഷ്യസ്നെസ്സില് ഈ ഒരു കറുത്ത ദിവസം എത്ര പ്രൊഫൗണ്ടായിട്ട്, എത്ര ഇങ്ങനെ ഇഴച്ചു നിൽക്കുന്നു എന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലാകാൻ ഇടയായി. മാത്രമല്ല അദ്ദേഹം അതിന്റെ കണ്ടുപിടിക്കാത്ത ആളുകളെ 22 വർഷത്തിന് ശേഷം അവരെ ഐഡന്റിഫൈ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തോട് വളരെ ബഹുമാനം കൂടുകയാണ്. കാരണം 22 വർഷമായിട്ടും അവർ തെരഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഈ വ്യക്തികളെ തെരഞ്ഞുകൊണ്ടിരുന്നല്ലോ. അത് അത്ര ഇമ്പോർട്ടൻസ് അവര് ആ മനുഷ്യന്റെ ജീവന് കൊടുക്കുന്നു എന്നുള്ളതിന് ഒരു സാക്ഷ്യം കൂടെയാണ്. മാത്രവുമല്ല പ്രാർത്ഥിച്ചവരൊക്കെ പ്രാർത്ഥിച്ചപ്പോഴും എത്ര ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങളിൽ കർത്താവെ നേരിട്ട് ഇടപെടണമേ. ഈവൻ ഇന്ത്യയുടെ കാര്യത്തിൽ പോലും, ഗവൺമെന്റിന്റെ കാര്യത്തിൽ പോലും എത്ര ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പേര് കൊണ്ട് മാത്രമല്ല ഇത് പ്രയർ ലൈനായി മാറിയത്. ദിസ് ഇസ് എക്സാക്ട്ലി എ പ്രയർ ലൈൻ. അതായത് നിങ്ങൾ പ്രയർ ഒരു വെയിൻ പോലെ, നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള നമ്മുടെ വെയിൻസും ആർട്ടറീസും പോലെ, അതിന് നമ്മള് മെഡിക്കൽ ഭാഷയിലൊക്കെ ചിലർ പറയുന്നത് ലൈൻ എന്നാ പറയുന്നത്. ലൈൻ ഇടണം, ആ ലൈൻ ക്ലിയർ ആണോ എന്ന് പറയുന്നില്ല. ദിസ് ഇസ് ലൈക്ക് vein or an artery to the body of Christ. I'm very glad. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രയർ പാർട്ട്ണറിങ്, ഒരു ലൈൻ ഉള്ളതും ഒരു രാജ്യം ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇന്ത്യ, നമ്മുടെ മാതൃരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലങ്ങൾ വളരെ നിർണായകരമാണ്. വളരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ സമയം അതിനുവേണ്ടി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന തുടരുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. തീർച്ചയായിട്ടും ആ രാജ്യത്തിലും ഈ ലോകത്തിലുമെല്ലാം എല്ലാവരെയും വാഴിക്കുന്നതും അവരുടെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കുന്നതും ദൈവം തന്നെയാണ്. ഇനിയും വരുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിനെ വാഴിക്കുന്നതും എന്നുവെച്ചാൽ കർത്താവാണ് അത് അനുവദിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മള് ഈ ചെറിയ നമ്മുടെ നേതാക്കന്മാരെ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ. അവരെയും ദൈവമാണ് വാഴിക്കുന്നത്. ദൈവമാണ് നമ്മുടെ മേൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി
ഓടുമാറാക്കുന്നു എന്ന് പറയുന്ന അതും ദൈവമാ ചെയ്യുന്നെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് പകലിൽ രാത്രിയിൽ എനിക്ക് കർത്താവ് തന്ന പ്രകാശനം ഞായറാഴ്ച രാവിലെ ഞാൻ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ തയ്യാറാക്കിയ ഒരു ഭാഗമാണ്. എന്നാൽ അതെനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം തന്നതായതുകൊണ്ട് ഐ ബിലീവ് ദിസ് ഇസ് ഫോർ ദിസ് ലൈൻ. ആൻഡ് എനിക്ക് ഇന്നത്തെ തീം വളരെ ഇഷ്ടപ്പെട്ടു. പെർസിക്യൂട്ടഡ് ചേർച്ചിനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലായി യു ആർ ടോക്കിംഗ് അബൌട്ട് ദി യൂണിവേഴ്സൽ ചർച്ച്. സഭ മുഴുവൻ ആഗോള വ്യാപകമായി കിടക്കുന്ന ക്രിസ്തീയ സഭയുടെ പീഡനം അനുഭവിക്കുന്നവർക്കും പീഡിതർക്കും ഇത് ബാധകമാകുന്നു എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിച്ച കാര്യമാണ്. 86-ാം സങ്കീർത്തനത്തിൽ ഇതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 86-ാം സങ്കീർത്തനം എനിക്ക് വേണമെങ്കിൽ അതിന്റെ ഈ സാഹചര്യത്തിൽ എടുക്കേണ്ട ചില കീ വേഴ്സസ് അവിടെ ഉണ്ട്. കർത്താവേ, ഇന്ന ആളിനോട് ഇങ്ങനെ ചെയ്യണമേ. ഉദാഹരണത്തിന് അതിന്റെ 14-ാം വാക്യമൊക്കെ എനിക്ക് വേണമെങ്കിൽ എടുത്ത് ഇന്ന് ഡയറക്റ്റായിട്ട് പേഴ്സിക്യൂട്ടേഴ്സിനെതിരെയും പേഴ്സിക്യൂട്ടഡ് ആളുകൾക്കും വേണ്ടി ആശ്വാസത്തിനുമൊക്കെ വേണമെങ്കിൽ ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാരുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ വേറൊരു ഡയറക്ഷനിലോട്ടാണ് വിടുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഇതിനകത്തുണ്ട്. അത് മറ്റൊന്നും അല്ല, അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നെ പകയ്ക്കുന്നവർ, അവിടെയും ഉണ്ടല്ലോ പകയ്ക്കുന്നവർ, അല്ലെങ്കിൽ പേഴ്സിക്യൂട്ടേഴ്സിന്റെ ഒരു ധ്വനി അവിടെ ഉണ്ടല്ലോ. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് അടുത്തതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം. നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണം. ഈ അടയാളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോക്കൺ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ് മീൻസ് നമുക്കറിയാം ടോക്കൺ എന്തുവാണ്. ടോക്കൺ എമൗണ്ട്. നമ്മളൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളൊരു ടോക്കൺ എമൗണ്ട് കൊടുക്കും. നമ്മളൊരു സ്ഥലം വിൽക്കുകയാണെങ്കിൽ നമ്മൾ ടോക്കൺ എമൗണ്ട് ഇങ്ങോട്ട് മേടിക്കും. ഇത് ടോക്കൺ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോയാൽ ഒരു ടോക്കൺ നമ്മൾ എടുക്കും. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ഷ്യൂരിറ്റി. അതൊരു ഗ്യാരണ്ടിയാണ്. നമ്മൾ കൊടുക്കാനും ഉള്ള ബാക്കി പൈസയോ വാങ്ങാനുള്ളത് തിരികെ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കിട്ടുമെന്നോ ഡോക്ടറിനെ കാണാൻ നമുക്ക് പറ്റുമെന്നോ തീർച്ചപ്പെടുത്തുന്ന ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് ടോക്കൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവമക്കളെ, വിജയം നമ്മുടേതാണ്. വി ആർ ദ വിക്ടേഴ്സ്. വി ആർ നോട്ട് ഗോയിങ് ടു ബി ദ വാങ്കിഷ്ഡ്. വി ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു വിൻ. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് നമ്മൾ എത്രമാത്രം സ്ട്രെങ്തോടെ, എത്രമാത്രം ശക്തിയോടെ നമ്മുടെ പേഴ്സിക്യൂട്ടേഴ്സിനെ എതിർക്കാനല്ല, പേഴ്സിക്യൂട്ടേഴ്സിന്റെ എതിർപ്പുകളെ, അവരുടെ പീഡനങ്ങളെ നമ്മൾ എത്രമാത്രം സഹിക്കുകയും ദൈവകൃപയിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ തലക്കെട്ടിൽ എഴുതിയ ആളിന്റെ പേരുണ്ടെങ്കിലും പ്രാർത്ഥനയെന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ ഒരു പ്രാർത്ഥന. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലതാണ്. 2 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിന്റെ ലേഖകനെ കുറിച്ചും അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ചും സമയത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദാവീദ് ആണ് എന്നുള്ളത് കൊണ്ട് താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ശൗൽ തന്നെ പേഴ്സിക്യൂട്ട് ചെയ്ത സമയത്താണ്, അല്ലെങ്കിൽ പല്ല് തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ഇങ്ങനെ നമ്മൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇത് വായിക്കുന്നുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ശമൂവേലിന്റെ 1-ാം പുസ്തകം 27-ാം അധ്യായത്തില് ശൗലിനെ കുറിച്ച് ദാവീദിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ചെള്ള്, ഒരു ഒറ്റ ചെള്ളിനെ നീ പേഴ്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ, എന്തിനെ, ലൈക്ക് എ സിംഗിൾ ഫ്ലീ, ഒരു ചെള്ള്, അത്രേ ഉള്ളൂ ഞാൻ, എന്നെ എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നത് എന്ന് ദാവീദ് പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ തന്നെ ദാവീദ് ഇങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കൽ ശൗലിന്റെ കൈയാൽ മരിക്കുകയുള്ളെന്നല്ല പറഞ്ഞത്, നശിക്കുകയോ. സോ സി, ഒരു ദൈവഭക്തൻ പാട്ടുകൾ എഴുതുന്ന ഒരാള്, സന്തോഷമുള്ളപ്പോഴാണ് പാട്ട് എഴുതുന്ന ആള്, മറ്റുള്ളവരെ ആരാധനയിലേക്ക് നയിക്കുന്ന ഒരാള്. നമ്മള് വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി. ദിനവൃത്താന്ത പുസ്തകങ്ങളിലെ 2-ാം പുസ്തകം, അതിനകത്തൊക്കെ പല പാട്ടുകൾ ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണ് ഉടക്കിയ ഒരു ഭാഗമാണ്. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ 2-ാം പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിന്റെ ആദ്യ ചില വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരു സങ്കീർത്തനം ദാവീദ് അവിടെ എഴുതുക. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതുമ്പോൾ എന്റെ കണ്ണ് പോയത് എങ്ങോട്ടാണെന്നറിയാമോ? ഡേവിഡ് റോട്ട് ദിസ് സാം ഫോർ ആസാഫ്, ഓൾറെഡി എ സിംഗർ.
ആസാഫ് അവിടെ സിമ്പൽ യൂസ് ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം ഡ്രംസ് അടിക്കുമ്പോൾ സിമ്പൽ ഉണ്ടല്ലോ, അതിന്റെ പ്രധാന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആസാഫാണ്. ഇനി ആസാഫ് തന്നെ ഒരു പാട്ടുകാരനും കൂടെ. അവിടെ വേറൊരു സന്തോഷം തരുന്ന ഒരു കാര്യം, അവിടുത്തെ പ്രീസ്റ്റ് രണ്ട് പ്രധാന പുരോഹിതന്മാരുടെ പേര് പറഞ്ഞു വെച്ചാൽ അവര് ട്രംപറ്റ് എക്സ്പേർട്സ് ആണ്. അപ്പൊ ഇതിനകത്തുനിന്നല്ല, ഞാൻ വിഷയം വിട്ട് പോകാന്ന് എനിക്കറിയാം, പക്ഷെ ഇതിനകത്തുനിന്നെല്ലാം ഞാൻ പഠിച്ചൊരു കാര്യം, ഈ നാളുകളിൽ കർത്താവിനെ ആരാധിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവർ, അർത്ഥാൽ പാസ്റ്റർമാര്, ആത്മായ ശുശ്രൂഷകര്, അവരൊക്കെ എക്സ്പേർട്സ് ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്കതൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, വിഷയം വിട്ടു പോവുകയാണെങ്കിൽ ഒരു വാക്ക്, ആരാധിപ്പിക്കാൻ നമുക്കറിയാം, ആരാധിക്കാൻ പറ്റില്ല. പക്ഷെ ദാറ്റ് ഈസ് എക്സാക്ട്ലി അഗൻസ്റ്റ് ദി വേർഡ് ഓഫ് ഗോഡ്. ഇനി അവിടെ തന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ എഴുതിയിട്ടുണ്ട് ആസാഫിന് ദാവീദ് എഴുതി കൊടുത്ത സങ്കീർത്തനം. ഞാൻ ചിന്തിച്ചു, എന്ത് ഇതിന്റെ അർത്ഥം? ദാവീദ് പാട്ടുകാരനാണ്, ആസാഫ് പാട്ടുകാരനാണ്, ദാവീദ് എന്തിനാ ആസാഫിന് എഴുതുന്നത്? ആസാഫിന് തന്നെ ഒരു പാട്ട് എഴുതിക്കൂടെ? അപ്പൊ എനിക്ക് മനസ്സിലായി, വേർഡ്സും ട്യൂണും പാടി ആസാഫിനെ ഏൽപ്പിച്ചു. ആസാഫ് അതിനെ എന്ത് ചെയ്തു? അതിനെ പോപ്പുലർ ആക്കി, അതിനെ പാട്ട് രൂപത്തിൽ കൊടുത്തു. അപ്പൊ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന മാർഗം ദ്വേഷത്തിന്റെ മാർഗമല്ല, പ്രതികാരത്തിന്റെ മാർഗമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക തന്നെ. ഇന്ത്യയിലും ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ആ സഹോദരിയുമായിട്ടുള്ള നേരിട്ടുള്ള ഇന്റർവ്യൂ എന്റെ അളിയൻ നടത്തിയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ ധാരാളം താമസിച്ചിട്ടുണ്ട്. കൂടെ അവര് പറയുമ്പം ആശ്ചര്യപ്പെടുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ കഥകളെ ഉള്ളൂ. വലിയതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും, ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പോട്ടെ, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മുമ്പോട്ട് നീങ്ങട്ടെ. ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഡിവിഷൻ. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ചിന്ത, ഇത് എഴുതിയത് ദാവീദാണ്, ശൗല് തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന കാലത്ത് താൻ എഴുതിയ സങ്കീർത്തനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ചില ചിന്തകന്മാർ ഇതിനെ പറയുന്നത് ദിസ് വാസ് റിട്ടൺ അറ്റ് ദ ടൈം ഓഫ് എ നാഷണൽ ഡിസ്ട്രസ്. രാജ്യം മുഴുവൻ ഒരു ദേശീയ പ്രശ്നം, ആ സമയത്ത് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. രണ്ടായാലും നമുക്കൊരു കാര്യം മനസ്സിലാവും, ദൈവമക്കൾക്ക് സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം സംജാതമായ ഒരു സമയത്ത് പാടിയ ഒരു സങ്കീർത്തനം ആയിരിക്കണം, ഒരു പ്രാർത്ഥന ചെയ്ത ഒരു പ്രാർത്ഥനയായിരിക്കണം 86-ാം സങ്കീർത്തനം. ഇനി 86-ാം സങ്കീർത്തനത്തെ ഡിവിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ 7 വാക്യങ്ങളും അവസാനത്തെ ചില വാക്യങ്ങൾ, അതായത് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു ബ്രാക്കറ്റ് പോലെ നിൽക്കുക. നമുക്കറിയാം, ഒരു ബ്രാക്കറ്റ്, ഒരു സെന്റൻസ് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇട്ടാൽ, ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ 3 തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കണക്കിലാണെങ്കിൽ നമ്മൾ 3 തരം ബ്രാക്കറ്റ് ഇടുമല്ലോ. സാധാരണ ബ്രാക്കറ്റ്, ദാറ്റ് ഈസ് റൗണ്ട് ബ്രാക്കറ്റ്, പിന്നെ ഫ്ലവർ ബ്രാക്കറ്റ്, പിന്നെ ബോക്സ് ബ്രാക്കറ്റ്, അങ്ങനെ അല്ലെ സ്ക്വയർ ബ്രാക്കറ്റ്. 3 തരത്തിലുള്ള ബ്രാക്കറ്റ്. ഏത് ബ്രാക്കറ്റ് ആണെങ്കിലും നമ്മൾ ഒരു ബ്രാക്കറ്റ് തുടങ്ങിയാൽ ഇറ്റ് ഷുഡ് എൻഡ് സംവെയർ. എവിടെങ്കിലും ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണം. തുടങ്ങുന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആ സെന്റൻസ് കൺസ്ട്രക്ഷൻ തെറ്റാണ്. അത് മറന്നുപോയതാകാം, അല്ലെങ്കിൽ അത് അറിയാത്ത ആളായിരിക്കാം, പക്ഷെങ്കിൽ തെറ്റാണ്. എന്ന പോലെ ഈ സങ്കീർത്തനം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ആദ്യത്തെ 7 വാക്യങ്ങളും അവസാനത്തെ 4 വാക്യങ്ങളും 2 ബ്രാക്കറ്റ് പോലെ നിൽക്കുക. ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ മെയിൻ ഓണസ് എന്ന് പറഞ്ഞാൽ, മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, കർത്താവെ ന്യായം നടത്തണമേ, നീതി നടത്തണമേ, ഞങ്ങളുടെ എതിരാളികളോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നമ്മൾ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കാണുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമ്മൾ യഹോശഫാത്തിനെ കാണുന്നു. യഹോശഫാത്ത് 3 കൂട്ടർ യഹോശഫാത്തിനെതിരെ വരികയാണ് യുദ്ധത്തിന്. അവിടെ യഹോശഫാത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, ഈ വലിയ ജനതയോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. 2, ഇങ്ങനെ താൻ പറയുന്നു, അവിടെ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുമില്ല. 3-ാമത്തെ കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് അവർ ഐസ് ആർ അപ്പോൺ യു. എങ്കിലും ഞങ്ങളുടെ കണ്ണ് അങ്ങിലേക്കാകുന്നു. ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. എപ്പോഴും ഓർക്കുക, പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു ബ്രാക്കറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ there is an open bracket and a closed bracket. ഇവിടെ ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 1-7 and 14-17, ഹ്യൂമിലിറ്റി ആൻഡ് പ്രയർ.
തന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ ഫോക്കസ് എന്ന് പറയുന്നത്, ന്യായമില്ലാതെ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ ദൈവം കാണണമേ, ദൈവം അതിനോട് എതിർക്കണമേ എന്നാണെങ്കിൽ പോലും ഈ ദേവദാസൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? താഴ്മയോടെ തന്നെ തന്നെ താഴ്ത്തി എന്ത് ചെയ്യുക? പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ ഒരുക്കി. യഹോവേ, നിങ്ങൾ ഒന്ന്, ഞാനിത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എന്റെ മെയിൻ പോർഷൻ 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ, 8 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഈച്ച് ഓഫ് ദോസ് വേഴ്സസ്, ആ 1 മുതൽ 7 വരെയുള്ള, പ്രത്യേകിച്ച് 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വരി, 2 വരികളുണ്ടല്ലോ. എല്ലാ പദ്യത്തിന്റെയും ഓരോ വാക്യങ്ങൾക്കും ഈ 2 വരികളുണ്ട്. അതിൽ ആദ്യ വരിയിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് ചെയ്യണമേ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം. ആ വാക്യത്തിന്റെ 2ാം ഭാഗത്ത് ഈ ദേവദാസൻ തന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഞാൻ എന്തായിരിക്കുന്നു? ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് മുമ്പോട്ട് നീങ്ങാം. ആദ്യത്തെ വാക്യം തന്നെ ശ്രദ്ധിച്ചോളൂ. യഹോവേ, ചെവി ചായ്ക്കണമേ, എനിക്കുത്തരമരുളണമേ. അപ്പൊ അതൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥന കേൾക്കാനുള്ള, അല്ല, ആ പ്രാർത്ഥിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ഛേദോവികാരവും അതിനുള്ള യോഗ്യതയും എന്താണെന്നുള്ളത് തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഇങ്ങനെ അറിഞ്ഞ് നന്നായിരുന്നു എന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഒന്ന് നോക്കിയേ, താൻ പറയുകയാണ്, ദൈവമേ, ഐ എം ആസ്കിങ് യു, ലിസൺ ടു മീ, ബൗ ഡൗൺ യുവർ ഇയർ, ഹിയർ മീ. വൈ? ബിക്കോസ് ഐ എം പോർ ആൻഡ് നീഡി. എന്തുകൊണ്ട്? ഞാൻ എളിയവനും ദരിദ്രനും ആകുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ അല്ല ചെയ്യുന്നത്. ഞാൻ പൊതുവെ ഒരു തത്വം പറയുന്നത്, കാരണം നമ്മുടെ പ്രാർത്ഥനകൾ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ, അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം. പക്ഷേ എനിക്കിത് വേണം. വൈ? എന്തുകൊണ്ട്? അതിനുള്ള യോഗ്യത എനിക്ക് എന്താ? അല്ലെങ്കിൽ അതിനുള്ള കാരണം, അതിനുള്ള റീസൺ എന്തുവാ? ഇവിടെ പറയുകയാണ്, എനിക്കിത് വേണം. എന്താ? നീ എന്നെ കേൾക്കണം, ബിക്കോസ് ഞാൻ എളിയവനാ, ഞാൻ ദരിദ്രനാ. ഒരു ഉദാഹരണം കൂടെ, ജസ്റ്റ് അടുത്ത വാക്യം നോക്കിയേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. 2ാം വാക്യം, അതിന്റെ റീസൺ എന്താ? അവിടെ ഞാൻ നിന്റെ ഭക്തനാകുന്നു. കണ്ടോ? എല്ലാത്തിനും അതൊരു റീസൺ ഉണ്ട് പറയാൻ. പ്രാർത്ഥനകളെല്ലാം ഉപാധികളോട് കൂടിയാണ്. അല്ല, ചുമ്മാ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള റൈറ്റ് ഇല്ല. അതറിയാമോ? ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. എനിക്കറിയാം സമയം മുമ്പോട്ട് പോകുന്നു, പക്ഷേ ദേവാത്മാവ് അങ്ങനെ എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഓർമ്മ വന്നുകൊണ്ട് പറയാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള, നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാചകം, നമ്മുടെ ഫേവററ്റ് വാക്യങ്ങളിൽ ഒന്നാ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഒരാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന 1-2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന് ഏലിയാവിന്റെ പ്രാർത്ഥന, അല്ലേ? പിന്നെ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടി തന്നെയും പ്രാർത്ഥിച്ച മഹാപുരോഹിത പ്രാർത്ഥന. എന്നാൽ ഏറ്റവും എംഫാറ്റിക് ആയിട്ട്, ഏറ്റവും കൂടുതൽ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു പ്രാർത്ഥന ഒരു വ്യക്തി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ആദ്യം വരാൻ സാധ്യതയുള്ള പ്രാർത്ഥന യാക്കോബിന്റെ പ്രാർത്ഥന. യാക്കോബ് എന്തോ പ്രാർത്ഥിച്ചത്? യാക്കോബ് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Do you know why he prayed that prayer? അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഉള്ള കള്ളത്തരം മുഴുവൻ കബളിപ്പിക്കാവുന്നവരെ മുഴുവൻ കബളിപ്പിച്ച് എങ്ങനെ താൻ തോന്നിയായിട്ട് നടക്കുന്ന ഒരു യാക്കോബെ നിനക്ക് എങ്ങനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കും? നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടുകയില്ല. ഹൗ ഡെയർ യു പ്രേ ദാറ്റ് പ്രേയർ? പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന ഒരു ഭാഗമുണ്ട്. എഴുതുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുക. ഞാൻ ആ ഭാഗം പറയാൻ ജസ്റ്റ് വാക്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. 28-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ ലാസ്റ്റ് വലിയൊരു വാക്യമാണ്. അതിന്റെ ലാസ്റ്റിൽ എന്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു, KJV-യിൽ, ഐ വിൽ നോട്ട് ലീവ് യു. ഇത് ദൈവം പറയുന്നതാണ്. ദൈവം ബേഥേലിൽ വെച്ച് അല്ലെങ്കിൽ ലൂസിൽ വെച്ച് ഈ യാക്കോബ് എഴുന്നേറ്റതിന് ശേഷം, അയ്യോ ദൈവം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞേച്ച് അദ്ദേഹം ഒരു ചെറിയ പ്രാർത്ഥന അവിടെ പറഞ്ഞു. ദൈവം മറുപടി കൊടുക്കുക, ഐ വിൽ നോട്ട് ലീവ് ദീ until I have done that which I have spoken to thee. Listen. എന്തുകൊണ്ട് യാക്കോബിന് വാലിഡായി? നീ എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പിന്നീടാണ് പറഞ്ഞത്. എന്തുകൊണ്ടത് വാലിഡായി? ബിക്കോസ് ദൈവം തന്നോട് പറഞ്ഞൊരു കാര്യം, നിന്നെ ഞാൻ വിടത്തില്ല മോനെ, ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് വേണ്ടി ചെയ്യാതെ I will not leave you. And that was the basis and the foundation of വേഗം വരുന്നു. ഒറ്റ കാര്യം ഇവിടുന്ന് നമുക്ക് പഠിക്കാം. ഡു യു ഹാവ് എ ബേസിസ് ഫോർ യുവർ പ്രെയർ? അതോ വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പോവാണോ?
അതിന്റെ ദൈവത്തിന്റെ വചനത്തിൽ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. സോറി, ഡോണ്ട് ഹേറ്റ് മീ, ബട്ട് ദിസ് ഇസ് ദ വേർഡ് റെപ്പറ്റീഷൻ, വൃഥാ ജൽപ്പനം. ജൽപ്പനം ചെയ്യുന്നവരാകാതിരിക്കുക. പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു ആധാരമുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം ഞാൻ ഇവിടെ എന്റെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ബ്ലൂ പെന്നും കൊണ്ട് അണ്ടർലൈൻ ചെയ്തു. അതിന്റെ തൊട്ട് താഴെ എനിക്കെന്താണ് ക്വാളിഫിക്കേഷൻ അത് റെഡിൽ അണ്ടർലൈൻ ചെയ്തു. എല്ലാ വാക്യത്തിലും ഞാനിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എൻകറേജ് യു ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ് സോ ദാറ്റ് യു ക്യാൻ സ്റ്റഡി ദ പ്രയർ ആൻഡ് വി ക്യാൻ പ്രേ ലൈക്ക് ദാറ്റ്. നൗ ലാസ്റ്റ് വരുമ്പോഴും 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും താൻ പ്രാർത്ഥനയിലേക്ക് പോവാം. ഈ പ്രാർത്ഥനയിലെല്ലാം താൻ പറയുന്ന അഹങ്കാരികളെ എതിർത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും താൻ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നതെന്നും കൂടെ ഓർക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ന്യൂട്രൽ മൈൻഡഡ് ആയിരിക്കണം. ഈവൻ ദോ വി ആർ പെർസിക്യൂട്ടഡ്, ഈവൻ ദോ വി ആർ ഹേറ്റഡ് ബൈ പീപ്പിൾ, വെൻ വി പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹേറ്റ്രഡ് നമ്മുടെ വായിൽ വരരുത്. ഇന്ന് സങ്കടത്തോടെ പറയട്ടെ, അങ്ങനൊന്നും അല്ല നമ്മൾക്ക്. നമ്മളെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ ക്രൈസ്തവ പീഡനം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ടും ശക്തമായിട്ടും അതിനെതിരെ അങ്ങ് അവരെ നശിപ്പിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. ഇവിടുത്തെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നിങ്ങൾ വളരെ ന്യൂട്രലായിട്ടും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥിക്കും. യു കെയറിങ് മോർ അബൌട്ട് ദ പെർസിക്യൂട്ടഡ് പീപ്പിൾ മോർ ദാൻ ദ പെർസിക്യൂട്ടേഴ്സ്. പക്ഷെ നാട്ടിലൊക്കെ ചിലയിടത്തൊന്നും അങ്ങനൊന്നും അല്ല. ഞാൻ പറയുന്നത് ദൈവം അറിയാതെ ഒരു പെർസിക്യൂഷനും വരുന്നില്ല. ആദ്യ സഭയിലും നോക്കിക്കേ, ആ പെർസിക്യൂഷൻ വന്നില്ലായിരുന്നെങ്കിൽ സഭയിൽ തുടക്കത്തിൽ തന്നെ ഡിവിഷനായി. ഗ്രീക്ക് ആൻഡ് ഹീബ്രു പീപ്പിൾ ഡിഫറെന്റ്. ഞങ്ങൾ എബ്രായരാണ്, എബ്രായരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ, നിങ്ങൾ പരിച്ഛേദനം ഏക്കാത്ത പ്രോസിലൈറ്റ്സ് ആണ്. അപ്പം രണ്ടുപേരും തമ്മിൽ ആകെപ്പാടെ ഒരു പ്രയാസം. അതും സ്ത്രീകളുടെ വിഷയമാകുമ്പോൾ പിന്നെ ആ പ്രശ്നം തീവാറും. അപ്പോ അത് ആ ഒറ്റ കാരണം കൊണ്ട് സഭ തകർന്നു പോകേണ്ടത്. ഇനിയും പോരാഞ്ഞിട്ട് വേറെയുമുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ എല്ലാം ഉണ്ട്. പക്ഷേ സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് പോലും അവിടെ എന്തോ ഉണ്ടായി? പെർസിക്യൂഷൻ പുറത്തുനിന്നുണ്ടായി. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ചിതറിപ്പോയി. ചിതറിയോന്നുണ്ട് എന്ത് സംഭവിച്ചു? സഭ വളർന്നു. ഞാനിത് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദ മോർ വി ആർ പെർസിക്യൂട്ടഡ്, ദ മോർ വി ഗ്രോ. ആൻഡ് ദ മോർ വി ആർ പെർസിക്യൂട്ടഡ് വിൽ ഗ്രോ ക്വാളിറ്റേറ്റീവ്ലി. ക്വാളിറ്റിയാ കൂടാൻ പോകുന്നത്. ക്വാണ്ടിറ്റിയും കൂടുമായിരിക്കാം, പക്ഷേ ക്വാളിറ്റിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. എനിവേ, രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്. അതിന്റെ ആ സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 8 മുതൽ 10 വരെ ഗോഡ്സ് നേച്ചർ ആൻഡ് ക്യാരക്ടർ. യുനോ, ദൈവത്തിന്റെ നേച്ചറും ക്യാരക്ടറും അറിയാതെ ഒരു പ്രാർത്ഥന അത് വെറും പ്രാർത്ഥനയാണ്. ആരാണ് ദൈവം, എനിക്ക് വേണ്ടി എന്ത് ദൈവം ചെയ്തിട്ടുണ്ട്, ഈ ബോധമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു പ്രയോജനവുമില്ല. സാധാരണ കാരണം എപ്പോഴും ഓർക്കുക, പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൈ പിടിച്ച് തിരിക്കാനുള്ളൊരു ഉപാധി അല്ലല്ലോ. ദൈവത്തിന് എന്റെ ആവശ്യങ്ങളെല്ലാം അറിയാമല്ലോ. അതിന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ ബാക്കി എഴുതിക്കോ, നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മതി. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന രംഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യം വായിച്ചിട്ടുണ്ടോ? നമ്മൾ അതൊന്നും വായിക്കത്തില്ല. നേരെ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു 9 മുതൽ അങ്ങ് വായിക്കും. 8-ൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. അപ്പൊ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ കൈ പിടിച്ചിരിക്കാനോ ദൈവത്തിന് മറവി രോഗം ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. അതെല്ലാവർക്കും യു വിൽ ഓൾ അഗ്രി വിത്ത് മീ. ദെൻ മൈ ക്വസ്റ്റ്യൻ ഇസ്, വൈ ഡു യു പ്രേ? ഗോഡ് നോസ് എവറിത്തിങ്. He does not have a memory problem. പിന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഒറ്റ കാര്യത്തിനാ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു ഉറപ്പ്, യെസ്, എന്റെ മുമ്പാകെ ഈ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി ലഭിച്ചു. ഈ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമുക്ക് ഒരു ബോധം ഉണ്ടായിരിക്കേണ്ടത് ഇങ്ങനെയാണ്: എന്റെ ദൈവത്തെ എനിക്കറിയാം. ഐ നോ ഹൂ ഹി ഈസ്. ഇഫ് യു ഡോണ്ട് നോ ഹൂ ഹി ഈസ്, പ്രാർത്ഥനയും കൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും, അന്നേരവും ഇതൊന്നും മാറത്തില്ല. അതുകൊണ്ട് ഒന്ന്, നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുമ്പേ ലെറ്റ്സ് നോ ഹൂ ഗോഡ് ഈസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് നേച്ചർ. അതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേന് എന്റെ സമയം അവസാനിക്കും. അത്രയും എങ്കിലും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 8-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: there is no one like him. ദൈവത്തെ പോലെ ആരുമില്ല. നമുക്ക് അതിന് മനോഹരമായി ഈ സങ്കീർത്തനം നിങ്ങളും ശ്രദ്ധിച്ചോ? ഈ സങ്കീർത്തനം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മിനിമം, ഞാൻ നോക്കിയപ്പോൾ 4 പാട്ടെങ്കിലും മലയാള ഭാഷയിൽ നമ്മൾ ഈ
സങ്കീർത്തനത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷുമായിട്ട് 4 പാട്ടെങ്കിലും നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന്, ഈ അനുഗ്രഹീത സങ്കീർത്തനത്തിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നീ വലിയവൻ, അത്യത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നിന്നെ പോലെ ആരുമില്ല. മറ്റൊരു പാട്ടാണ് കർത്താവേ ദേവന്മാരി. അതാ ഈ പാട്ട്, ഈ വാക്യം കണ്ടോ, 8ാം വാക്യത്തിൽ കർത്താവേ ദേവന്മാരി നിനക്ക് തുല്യനാരുമില്ല. അപ്പം അവിടെ തന്നെ തുടങ്ങാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 8ാം വാക്യം തന്നെ അതിന് ആധാരമായി, ഒരു ദൃഷ്ടാന്തമാണ്. Among the gods there is none like thee. കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാരുമില്ല. അത് കണ്ടോ, കർത്താവേ എന്ന് പറഞ്ഞ ഉടനെ ദേവന്മാർ. ഇത് 2 വാക്കുകളാണ് ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതിയിരിക്കുന്നത്. ഹീബ്രുവിൽ കർത്താവേ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അദോനായി, മാസ്റ്റർ, മൈ ലോർഡ്, മൈ കൺട്രോളർ, അതാണ് അദോനായി. മറ്റേത് ദേവൻ അല്ലെങ്കിൽ ദേവന്മാർ, എലോഹീം. ഓക്കെ, there are lot of Elohims, but God should be your Adonai. അഡോനി എന്ന വാക്കാണ് അബ്രഹാമിനെ സാറ വിളിച്ചിരുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, കല്യാണത്തിനൊക്കെ ചില ദിവാസന്മാർക്ക് ഇങ്ങനെ അടിച്ചു വിട്ട് പറയുന്നത് കേൾക്കാം, സാറ അബ്രഹാമിനെ അദോനായി എന്ന് വിളിച്ചു. അത് തെറ്റാണ്. അദോനായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കർത്താവെന്ന്. അത് അദോനായി അബ്രഹാം ഒരിക്കലും ആകത്തില്ല. അത് അദോനിയ, എന്റെ മാസ്റ്റർ. ഈ എന്ന് പറയുന്നത് എന്റെ എന്നർത്ഥം. ഏലിയാവ്, ഏൽ ഈസ് മൈ ഗോഡ്. ഏൽ എന്റെ, അല്ലെങ്കിൽ യാഹ് എന്റെ ദൈവമാണ്. അതാണ് ഏൽ ഈ യാ. അപ്പൊ ഈ കാണിക്കുന്ന എപ്പോഴും എന്റെ, ഞാൻ എന്നുള്ളത് അർത്ഥം. അപ്പം അദോനി, എന്റെ കർത്താവ് അല്ലെങ്കിൽ എന്റെ മാസ്റ്റർ. അതാ സാറ അബ്രഹാമിനെ വിളിച്ചത്. പക്ഷെ അഡോനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാസ്റ്റർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്, the Lord of the whole creation. That's the meaning of it. So who do you understand your God is? നിന്റെ ദൈവം ആരാണെന്നാണ് നിന്റെ ചിന്ത? He is not only Elohim who created everything, he is the God of the universe. ഒന്ന്. ആ വാക്യത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി അത് വായിച്ചു. 2ാം ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത്, God's work is always intentional and covenant based. ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും എന്തായിരിക്കണം? ഇത് ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒന്നും സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഒന്നും നത്തിങ് ഈസ് ബൈ ഔട്ട് ഓഫ് കോയിൻസിഡൻഷ്യൽ. എവറിത്തിങ് ഈസ് ഇന്റൻഷനൽ. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ദൈവം ഒരു ഉടമ്പടിയുടെ ദൈവമാണ്. ഉടമ്പടി ബേസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും, കവനന്റ് ബേസ്ഡ് ആണ്. സോ ദിസ് ഈവനിങ് ലെറ്റ് മീ എക്സോർട്ട് യു, ഒന്നുകൂടെ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. എത്രമാത്രം കവനന്റ് ബേസ്ഡ് ആണ് നമ്മുടെ പ്രാർത്ഥനകൾ, എത്രമാത്രം നിയമവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ചെയ്ത നിയമവുമായിട്ട് എത്രമാത്രം താതാത്മ്യപ്പെട്ടാണ് നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. നമ്മളത് ചിന്തിക്കേണ്ട വളരെ അത്യാവശ്യമായ കാര്യമാണ്. 3ാമത്തെ കാര്യം ഞാൻ അവിടെ നോക്കുമ്പോൾ കാണുന്നത് 9ാം വാക്യത്തിലാണ്. ദൈവം ഒരു കാര്യവും ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നോക്കിയേ, ഇവിടെ ഇരിക്കുന്നത്, കർത്താവെ നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിപ്പിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം ആരെയും നമസ്കരിക്കും. ഇവിടെ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹൗ ആർ യു വർഷിപ്പിംഗ് ഗോഡ് ടുഡേ? നിങ്ങൾ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നത് ഏത് രീതിയിലാണ്? നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത് ഇന്നും ഞായറാഴ്ച നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളായിരിക്കുമല്ലോ അവിടുത്തെ ആരാധന. ഇന്ന് നിങ്ങൾ കർത്താവിനെ ആരാധിച്ചു, ഇന്ന് ഞാൻ കർത്താവിനെ ആരാധിച്ചു. എങ്ങനെയാണ്? പാസ്റ്റർ പറഞ്ഞുകൊണ്ടാണോ? അയൽവാസികൾ എന്ത് വിചാരിക്കുമെന്നാണോ? അതേതായാലും അമേരിക്കയിലാ, കുഴപ്പമില്ല. എവരി വൺ മൈൻഡ്സ് ദിയർ ഓൺ ബിസിനസ് അൺലൈക്ക് ഇൻ ഇന്ത്യ. സോ ആ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. എങ്കിൽ പോലും എന്താണ് നമ്മളെ ആരാധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തുവാ? അത് ഈ പറഞ്ഞ പോലെ പെർസിക്യൂട്ടേഴ്സ് ആണോ? അവരുടെ നാശത്തിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ അവരെ ഭയന്നാണോ? അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണോ? ഈ മേളി പറഞ്ഞത് മുഴുവൻ തെറ്റായ രീതികളാണ്. നമുക്ക് വേണ്ടത് എന്താണ്? യു നോ ദാറ്റ് ഗോഡ് ഡസന്റ് ഫോഴ്സ് എനിത്തിങ് ഓൺ എനിവൺ, ഈവൻ യു. ദൈവമക്കളെ പോലും ദൈവം ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. 4ാമത്തെ കാര്യം, 10ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നത്, നീ വലിയവനും അത്ഭുതങ്ങൾ ചെയ്യുന്നവനും പ്രവർത്തിക്കുന്നവനും
അല്ലോ നീ മാത്രം ദൈവമാകുന്നു. ഒരു പ്രോഗ്രഷൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ആളിൽ ഒരു പ്രോഗ്രഷൻ, ഒരു മാറ്റം, ഒരു ക്രമാകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ക്രമീകരിച്ച ഒരു മുമ്പോട്ടുള്ള ഒരു ഗമനം നിങ്ങൾ കാണുന്നുണ്ടോ? 8-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ദേവന്മാരിൽ നിന്നെ പോലെ വേറെ ആരുമില്ല. There is none like you. But in verse 10, he proceeds to the next level and he says, no other God than you. ദൈവം വേറെ ഇല്ല. പ്രാർത്ഥിക്കുന്ന ഒരാളിൽ നിന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു, ഓരോ പ്രാർത്ഥന എഴുന്നേൽക്കുമ്പോഴും ഒരു ദൈവഭക്തനിൽ ദൈവം ആഗ്രഹിക്കുന്നത് എത്രമാത്രം നമ്മൾ ദൈവത്തോട് അടുത്തു. അതിന്റെ പ്രാക്ടിക്കൽ തലമായി ഇനിയും പറയാൻ പോകുന്നത്. ദൈവത്തോട് അടുത്തു, എന്തോ അടുത്തു, എങ്ങനെ അടുത്തു? ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. എന്തോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ പ്രവൃത്തി അറിയുക, ദൈവത്തിന്റെ ക്യാരക്ടർ അറിയുക. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാനും നിങ്ങളും എത്രമാത്രം ദൈവത്തോട് അടുത്തു എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്നറിയാമോ? എത്രത്തോളം ദൈവം ഏകനാണ്, ദൈവമല്ലാതെ വേറെ ഇല്ലെന്ന് എത്രമാത്രം ഉറച്ചു. ഇതാണ് പ്രാർത്ഥനയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ഉണ്ടാവേണ്ടത് അതാണ്. അല്ലാതെ ദൈവത്തിൽ നിന്നൊന്നും നമുക്ക് പിടിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. ദൈവം പപ്പനാ, തരും. പക്ഷെ ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഹിം? ഈസ് ഇറ്റ് ഗെറ്റിംഗ് സ്ട്രോങ്കർ ആൻഡ് സ്ട്രോങ്കർ? ദാറ്റ്സ് വാട്ട് ഗോഡ് വാണ്ട്സ്. ലെറ്റ് മീ ഷോ യു എ ഫ്യൂ എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, സമയം കഴിഞ്ഞ. ആക്ച്വലി ജസ്റ്റ് 3 എക്സാമ്പിൾസ്. മഗ്ദലക്കാരി മറിയ ആയിരുന്നു ആദ്യത്തെ സുവിശേഷക. യെസ്, അങ്ങനെ തന്നെ ഞാൻ പറയും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ, പറയുന്നതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 18-ാം വാക്യം പോയി വായിച്ചു നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്. ആ 19-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം മുതൽ വായിച്ചാലേ ശരിക്കും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 19-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ കുത്തിയവങ്കിലേക്ക് നോക്കി എന്ന് പറഞ്ഞു താഴോട്ട്, പിന്നെ ആ അധ്യായം അധികം വാക്യങ്ങളില്ല. അടുത്ത അധ്യായം 20-ാം അധ്യായം 1 മുതൽ 18 വരെ വായിച്ചു നോക്കിയാൽ 5 കഥാപാത്രങ്ങളുണ്ട് അവിടെ. നിക്കോദിമസിനെ നമുക്ക് കാണാം, സീക്രട്ട് ശിഷ്യൻ. ജോസഫിനെ കാണാം, അനദർ സീക്രട്ട് ശിഷ്യൻ. ഇവർ രണ്ടുപേരും യേശുവിന്റെ ശരീരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തൊട്ടടുത്ത് കാണുന്ന 2 പേരാണ് പത്രോസ്, യോഹന്നാൻ. യോഹന്നാന്റെ പേര് എക്സ്പ്ലിസിറ്റ്ലി അവിടെ എഴുതിയിട്ടില്ലെങ്കിലും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ യോഹന്നാനെ നമുക്കറിയാം. യോഹന്നാനും പത്രോസും അവിടെ ഉണ്ട്. ഈ 4 പേരും ഉണ്ടല്ലോ യേശുവിനെ കണ്ടില്ല. 4 പേരും യേശുവിന്റെ മരണശേഷം അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിക്കോദിമോസും ജോസഫും യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് അങ്ങ് പോയി. നോക്കിക്കോണം, അവർ രണ്ടുപേരും കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് അങ്ങ് പോയി. അടുത്ത 2 കൂട്ടർ യോഹന്നാനും പത്രോസും അവര് മറിയ വന്ന് അവരോട് പറയുന്നു, നമ്മുടെ കർത്താവിന്റെ ശരീരം ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഓടി. ഇവരെന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും കൂടെ ഓടി കല്ലറയ്ക്കൽ വന്നു. ആദ്യം യോഹന്നാൻ വന്നു. യോഹന്നാന്റെ കാര്യം കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, പക്ഷെ എവിടെ നിപ്പെന്നറിയാമോ? കല്ലറയുടെ പുറത്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, കുറച്ചുകൂടെ നന്നായിരുന്നു, നല്ലതായിട്ട് എനിക്ക് ഗ്രാഫിക്കായിട്ട് കാണിക്കാമായിരുന്നു. പക്ഷെ യോഹന്നാൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, കർത്താവിന്റെ കല്ലറയ്ക്കൽ അതിനകത്ത് കയറാൻ പോലും മനസ്സില്ലാതെ പുറത്തു നിന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് ഇച്ചിരി സ്ലോ ആണെങ്കിലും പ്രായം കൂടുതലാണെങ്കിലും ഓടി എത്തിയപ്പോഴും ചാടിപ്പുള്ളി അകത്ത് കയറി. എന്നാലോ ഈ 2 പേരും പൊടി തട്ടി അവരുടെ പാട്ടിന് പോയി. അവിടെ എഴുതിയിട്ടുണ്ട്, അവർ വീട്ടിൽ പോയി. എന്റെ അതിശയം, ഇവർ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ ശരീരം എങ്ങോട്ട് പോയെന്ന് പോലും അന്വേഷിക്കാൻ അവരാരും നിന്നില്ല. അവർ വിശ്വസിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചെന്ന് പറയാൻ പറ്റുകയില്ല കേട്ടോ. പക്ഷെ അവിടെ ഒരു മറിയ നമ്മൾ കാണുന്നത്. ആ മറിയ അവിടെ നിൽക്കുന്നു, കരയുന്നു. തോട്ടക്കാരൻ എന്ന് വിചാരിച്ച ഒരാളോട് സംസാരിക്കുന്നു. ആദ്യം അതിനു മുമ്പേ ദൂതൻ മറിയോട് സംസാരിക്കുന്നു. അതിനുശേഷം തോട്ടക്കാരൻ എന്ന് വിചാരിച്ച് സംസാരിക്കുന്നു. അടുത്തത് കേട്ടോണം. ഇതുവരെ റബി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മറിയ തിരിഞ്ഞ് അവനോട്, അല്ലെങ്കിൽ യേശു തിരിഞ്ഞിട്ട് അവളോട് മറിയേ എന്ന് പറഞ്ഞപ്പോൾ റബുനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഇവിടെ വരുന്നുണ്ട്, റബുനി. ഞാൻ ഏലിയാവ് പറഞ്ഞു, പിന്നെ അദോനി പറഞ്ഞു, ഇപ്പതാ റബുനി എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുവേ, എന്റെ ശ്രേഷ്ഠ ഗുരുവേ എന്ന ചില എബ്രായ തർജുമയിൽ വരുന്നത് എന്റെ ഗുരുവേ. So God wants that change from Rabbi to Rabuni. സമരിക്കാരി യേശുവിനെ കണ്ടപ്പോൾ ആദ്യം നീ ഒരു യഹൂദൻ, എന്നോട് എങ്ങനെ വെള്ളം ചോദിക്കുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ നീ യജമാനനായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വന്ന് കാണുമ്പോൾ ഞാനൊരു പ്രവാചകനെ കണ്ടിരിക്കുന്നു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു അവൾ പറയുന്നു. പക്ഷെ യേശുവിനെ അവസാനമായി അവൾ വിളിച്ച പേരെന്നറിയാമോ?
അവൾ ചെന്നിട്ട് അവളുടെ പട്ടണത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടെത്തി, അവൻ പക്ഷേൽ മശിഹയായിരിക്കും. സോ സി, ഗോഡ് വാണ്ട്സ് എ ട്രാൻസിഷൻ. യഹൂദനിൽ നിന്നാ പോരാ, പ്രോഫറ്റ് യജമാനായ പോരാ, ഒരു പ്രവാചകനായ പോരാ, യേശു മശിഹയാണ്. ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് വേണം. ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ഒന്ന് നോക്കിക്കേ. അവനൊരു രോഗിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ിൽ നിന്ന് സുബോധമുള്ളവനായി, അതെല്ലാം ആ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തില്. അവൻ സുബോധമുള്ളവനായി യേശുവിന്റെ കാൽ കീഴിരുന്നു. അതുകൊണ്ടും ദൈവം തൃപ്തിപ്പെട്ടില്ല, അവനും തൃപ്തിപ്പെട്ടില്ല. യേശു പോകാൻ തുടങ്ങുമ്പോൾ ഞാനും നിന്റെ കൂടെ വരാം. നോ, വരണ്ട, നീ നിന്റെ നാട്ടിൽ പോയി അവരോട് പറ. അവൻ നാട്ടിലല്ല പോയത്, അവൻ ദെക്കപ്പോലി 10 പട്ടണങ്ങളിൽ പോയി അവനൊരു സുവിശേഷകനായി മാറി. ഒരു രോഗിയിൽ നിന്ന്, അല്ലെങ്കിൽ ഭൂതബാധയിൽ നിന്ന് ഒരു രോഗിയായി, ഒരു സുവിശേഷകനായി അവൻ മാറുകയാണ് ചെയ്തത്. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? നമുക്ക് ശ്രദ്ധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അവസരം തന്ന യുവദാസന്മാർക്കും പ്രത്യേകിച്ച് റൈച്ചാൻ എന്നെ ഇതിൽ വിളിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ഇന്ന് നമ്മളോട് പങ്കുവച്ച കർത്താദാസൻ പാസ്റ്റർ മനോജ് മാത്യു ജേക്കബിനോട് നന്ദി. ഒക്ലോമാപ്രയം പാർട്ട്നേഴ്സ് നാമത്തിൽ അറിയിക്കുന്നു. തന്റെ കുടുംബത്തെയും തന്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇനിയും ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുമാറാകട്ടെ. വളരെ തിരക്കുള്ള ആളാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളോട് ദൈവജനം പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നത്. വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ സഹായിക്കട്ടെ. നമ്മുടെ ഇടയിൽ ദൈവജനം പങ്കുവെച്ച കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗാനം ആലപിച്ച കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്നുകൊണ്ട് അവിടുത്തെ G20 ലോകത്തിലെ ആദ്യ 20 സ്ഥാനക്കാരായ ധനികരായ സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഒരു സമ്മിറ്റാണ് നടന്നത്. ഇന്ത്യക്ക് അത് ആതിഥേയത്വം വഹിക്കാൻ ഒരവസരം കിട്ടി. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ വളരെ ദരിദ്ര രാജ്യമായിരുന്നു. എന്നാൽ ഇത്രയും വർഷം കൊണ്ട് ഇന്ത്യ വളർന്നു, മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലായി. സാങ്കേതികമായി വളർന്നു, സാമ്പത്തികമായിട്ട് വളർന്നു, മറ്റു പല രീതിയിലും ഇന്ത്യ വളർന്നു. ഇന്ത്യക്കാർക്ക് ദൈവം നല്ല ബുദ്ധി നൽകി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിലയേറിയ എക്സ്പോർട്ടായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബുദ്ധിവൈഭവങ്ങളാണ്. ഇന്ന് എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യക്കാരെ തലപ്പത്ത് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവരെ ഹയർ ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ച് എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും അവരെ ഇന്ത്യക്കാരെ CEO ആയിട്ടോ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടോ ഏതെങ്കിലും ഒരു ലെവലിൽ അവരെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നമുക്ക് കാണാം. പലരും ആ തലപ്പത്ത് എത്തുകയും ചെയ്തു. മാത്രം